മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ സമ്പ്രദായം. ഇന്നും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഫേസ്ബുക്ക് ലിങ്കിൽ ശബ്ദം ആദ്യം വന്ന് ചാടുന്നത് പൊട്ടുമായിരിക്കും, പൊട്ടില്ലായിരിക്കും. അത് ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ഇടിമുഴക്കം പോലെയാണ് അത് നിൽക്കുന്നത്. പൊട്ടിയാൽ ആരുത്തരം പറയും? കോടതികൾ ഉത്തരം പറയുന്നു. കോടതികളിൽ നിന്ന് അങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന ഒരവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുന്നു. എന്താണ് ഇതിന്റെ ഒരു അനിതര ഫലം, അനന്തര ഫലം? നമുക്കിനി കണ്ണീരിൽ മുന്നേറ്റാകാൻ സാധിക്കില്ല. ഞാൻ മന്ത്രി എന്ന നിലയ്ക്ക് എന്റെ ഓഫീസിൽ പോയി അസ്യൂം ചെയ്തതിന് ശേഷം ആദ്യം കോഴിക്കോടും കണ്ണൂരും ഒക്കെ പോയെങ്കിലും പിന്നീട് ഒരു ഒഫീഷ്യൽ ഗ്യാതറിംഗിന് ഞാൻ പോകുന്നത് ശ്രീ സോംനാഥ് അവരുടെ ബംഗളൂരിലെ ഓഫീസിലേക്ക്. എന്റെ കൂടെ നിന്ന് ഒരുപക്ഷെ ഒരു എസ്കേപ്പ് മെക്കാനിസം ഫ്രം ദി ആഫ്റ്റർമാത്ത് or the happening of what is being seen as a threat to the lives of the people of Kerala and its 4.5 districts. ഒരു എസ്കേപ്പ് മെക്കാനിസം, ഒരു സിമുലേറ്റർ ഡെവലപ്പ് ചെയ്ത രാജഗിരി സയന്റിഫിക് ഡിവിഷന്റെ ഒരു കണ്ടുപിടുത്തമുണ്ട്. അതിന്റെ ഒരു ഫുൾ പ്രൂഫ് നേച്ചർ ബിൽഡ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സുമായിട്ട് അതിനാണെന്ന് സോംനാഥ് സാറും അദ്ദേഹത്തിന്റെ ഒരു ടീമുമായിട്ട് ഒരു ഫുൾ ഡേ ഞങ്ങൾ ഇരുന്നു. അക്കൂട്ടത്തിൽ പ്രോബുകൾ, ഡാം കാശ്മീർ ഏരിയയിലെ പ്രോബുകൾ, നമുക്ക് എന്തെങ്കിലും ട്രമേഴ്സ് വരാനുള്ള സാധ്യത, അതിന്റെ ലോലതലങ്ങളുണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിനുള്ള എല്ലാ മെഷേഴ്സും അന്വേഷിച്ചു വരുമ്പോൾ എനിക്ക് ഈ പട്ടിണിയുമായി ഇതിനെ കണക്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത്, ഒരുപക്ഷെ കോടതികളെ പോലും ശാസ്ത്രീയമായി ധരിപ്പിക്കുന്നതിന് വേണ്ടി നമുക്കൊരു സംവിധാനത്തിന്റെ കണ്ടെത്തലുണ്ടാകണമെങ്കിൽ ആ സംവിധാനത്തിന്റെ ഇന്നത്തെ അൾട്ടിമേറ്റ് നെയിം ഈസ് സാറ്റലൈറ്റ്. ആ സാറ്റലൈറ്റിനെയാണ് നമ്മൾ മറ്റ് പല കാര്യം അതിനൊക്കെ വേറെ പണം കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇത് മനുഷ്യരാശിക്ക്, അത് ഭാരതത്തിലെ മാത്രം മനുഷ്യരാശിക്കല്ല, ഇത് ലോകത്ത് തന്നെ മനുഷ്യരാശിക്ക്, മൃഗരാശിക്ക്, മരരാശിക്ക്, ഭൂമിരാശിക്ക് വേണ്ടിയുള്ള സേഫ് സോൺസ് കണ്ടെത്തുന്നതിനുള്ള സേഫ്റ്റി ലിവിംഗ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയുള്ള അൾട്ടിമേറ്റ് ഇൻവെസ്റ്റിഗേഷൻസ്, ഫൈൻഡിങ്സ്, ഇതിനു വേണ്ടിയുള്ള ഒരു സമ്പ്രദായമാണ്. നമ്മൾ ആ ഒരു മര്യാദ കാണണം. നമ്മൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് സ്പേസ് സ്റ്റേഷൻ. ബിക്കോസ് ദ സ്പേസ് ബിലോങ്സ് ടു ദ വേൾഡ്, not a nation or a pack of nations or powerful nations. അപ്പോ ഈ മേഖലയിലേക്ക് തുടർച്ച നമ്മൾ ആലോചിച്ച് നോക്കണം. ഒരു വിക്രം സാരാഭായി മഹാമനുഷ്യൻ എന്ന ബ്രാക്കറ്റിൽ നിന്ന് മഹത്വങ്ങളുടെ ഒരു ചങ്ങലയുണ്ടായി. നിങ്ങളുടെ കൂട്ടത്തിലും ആ കണ്ണികളുണ്ടാവും. ആ കണ്ണികളെല്ലാം നല്ല അറിവ് നേടി ഈ ഒരു പ്രവർത്തനത്തിന് ഭ്രമമുണ്ടായി മുന്നോട്ട് വരേണ്ട വേദികൾ ഉയർന്നു വരണമെങ്കിൽ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു വേദിയാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ഉത്തരവാദിത്വം, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ടു ദ വേൾഡ്, അതിനൊരു ഫിക്സേഷൻ ഉണ്ടാകണം. ഒരു എഴുത്തുജോലികളും നിങ്ങളുടെ മനസ്സിന്റെ ചാഞ്ചല്യത്തെ സ്വാധീനിക്കാൻ അനുവദിക്കരുത്. ഉറച്ച മനസ്സോടെ ലോകത്തിന് വേണ്ടി ഞാൻ ഭാരതത്തിൽ നിന്ന് എന്ന് പറഞ്ഞ കുഞ്ഞു മക്കൾ മുന്നോട്ട് വരണം. ഒരു റാങ്ക് കിട്ടിക്കഴിയുമ്പോൾ പറയണം, ഐ വോണ്ട് ടു ബിക്കം എ സയന്റിസ്റ്റ് എന്ന് പറയുന്ന തരത്തിലേക്ക് യുവസമൂഹം മുന്നോട്ട് വരണമെന്ന് ആഹ്വാനത്തോടെ, തൃപ്തിയായി എന്ന വിചാരത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാ കുഞ്ഞുമക്കൾക്കും ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ സ്ഥാപനത്തിൽ നന്ദി, നമസ്കാരം.